ലൈംഗികാതിക്രമ ആരോപണത്തിനു പിന്നാലെ കോഴിക്കോട് സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്തതിൽ പ്രതി ഷിംജിതയുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. കുന്നമംഗലം കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക. ബസിൽ വെച്ച് ലൈംഗികാതിക്രമം നടന്നെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഷിംജിത. ബസിലെ CCTVയിൽ നിന്ന് അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായില്ലെന്നാണ് പോലീസ് റിപ്പോർട്ട്. ഷഹദ് റഹ്മാനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഷഹദ് റഹ്മാൻ, വെരി ഗുഡ് മോർണിംഗ് ഷഹദ്. എന്തൊക്കെയാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്? ഷിംജിത കോടതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, താൻ ലൈംഗിക പീഡന ശ്രമം നേരിട്ടു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ഈ ബസ് ഓപ്പറേറ്റേഴ്സിനോട് സംസാരിച്ചു. അവർ പറയുന്നു അങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടില്ല, അവരോട് പരാതി പറഞ്ഞിട്ടില്ല, ആ CCTVയിൽ ആ ദൃശ്യങ്ങളിൽ സ്വാഭാവികതയില്ല. അപ്പോൾ ഇതൊക്കെ ഇന്ന് കോടതി അതൊരു കൗണ്ടർ കേസായിട്ട് മാത്രമല്ലേ പരിഗണിക്കാൻ സാധ്യതയുള്ളൂ? ഷഹദ് റഹ്മാൻ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. എന്തായാലും കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഇന്ന് എങ്ങനെയാണ് പ്രോസിക്യൂഷനും ഒപ്പം തന്നെ ഈ പ്രതിയുടെ അഭിഭാഷകനും വാദിക്കുക എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഷിംജിത നേരത്തെ പറഞ്ഞ അതേ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതായത് താൻ ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം നേരിട്ടു എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ പ്രോസിക്യൂഷൻ ഇന്ന് പ്രധാനമായിട്ടും കോടതിയിൽ പറയാൻ പോകുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഈ ബസ്സിലെ CCTV ദൃശ്യത്തിൽ അത്തരത്തിൽ ഒരു ലൈംഗിക അതിക്രമം നടക്കുന്നതിന്റെ യാതൊരുവിധ തെളിവുകളോ അല്ലെങ്കിൽ അസ്വാഭാവികമായി ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മറ്റൊന്ന്, ഈ ബസ്സിലെ ജീവനക്കാരുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബസ്സിലെ ജീവനക്കാർ ആരും തന്നെ ഇത്തരത്തിലൊരു സംഭവം നടന്നതായിട്ട് പറയുന്നില്ല. സഹയാത്രക്കാർ, അത് ഷിംജിതയുടെയും ഒപ്പം തന്നെ ദീപകിന്റെയും സഹയാത്രക്കാർ, ഇവരുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവരാരും തന്നെ ഇത്തരത്തിലൊരു സംഭവം നടന്നതായിട്ട് പറയുന്നില്ല. അപ്പോൾ ഷിംജിത ഈ ഒരു സംഭവം എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസമാണ് ഷിംജിതയുടെ സഹോദരൻ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്, ഇത്തരത്തിൽ ലൈംഗിക അതിക്രമം നേരിട്ടു എന്ന് കാണിച്ചുകൊണ്ട്. അപ്പോൾ എന്തായാലും ഈ വിഷയത്തിൽ എന്തായിരിക്കും ഇനി തുടർ നടപടി എന്നുള്ളതാണ് നമ്മൾ ഏവരും ആകാംക്ഷയോടെ നോക്കിക്കാണുന്നത്. എന്തായാലും ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കും. കുന്നമംഗലം കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക. നിലവിൽ ഷിംജിതയുള്ളത് മഞ്ചേരി വനിതാ ജയിലിലാണ്. ഓക്കെ, ഒരു പ്രേക്ഷകൻ പറയുന്നു ഇതാണ്, ഷിംജിത ജാമ്യത്തിൽ പുറത്തിറങ്ങും എന്നാണ് പുള്ളിമല്ലു പറയുന്നത്. അതിജീവിത എന്ന ടാഗും കിട്ടും. നഷ്ടം ദീപകിന്റെ കുടുംബത്തിന് മാത്രം എന്നാണ് പറയുന്നത്. ദീപകിന്റെ അമ്മയും ഒരു സ്ത്രീയാണ്. അവർക്ക് നഷ്ടപ്പെട്ട മകനെക്കുറിച്ചൊരു സങ്കടം അവർക്കുമുണ്ട്. ഷിംജിതയുടെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ തെളിവുകൾ ഷിംജിതയ്ക്കെതിരാണ്, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഇതിനകത്തൊരു ചെറിയ ഒരു പ്രശ്നമുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതിങ്ങനെ അടച്ചാക്ഷേപിച്ചൊരു ക്യാമ്പയിൻ പോലെ മുന്നോട്ട് പോകുമ്പോഴുള്ള ഒരു ചെറിയ പ്രശ്നം, യഥാർത്ഥത്തിൽ ഇങ്ങനെ ദുരനുഭവങ്ങൾ നേരിട്ടവരെ നമ്മൾ കാണാതെ പോവുകയോ അവരുടെ വിഷമങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കാതിരിക്കുകയോ ചെയ്യും എന്നുള്ളതാണ്. കാര്യം, ഒരു പുരുഷനൊരു ബസ്സിൽ അനുഭവിക്കുന്നതിൻ്റെ ഇരട്ടിയിലേറെ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു ഓടുന്ന ബസ്സിലോ ഒരു തീവണ്ടിയിലോ ഒക്കെ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് നിങ്ങളുടെ വീട്ടിൽ പോയി നിങ്ങളുടെ സഹോദരിയോടൊന്ന് ചോദിച്ചാൽ മതി. കയ്യിൽ സേഫ്റ്റി പിന്നുമായി നടക്കേണ്ടി വരുന്ന അവസ്ഥ ഒരു പുരുഷന് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എന്നതാണ് നമ്മുടെ മുന്നിലെ വാസ്തവം. അതാണ് അതിന് പിന്നിലെ പ്രശ്നം. ഷിജിത ചെയ്തത് കുറ്റം തന്നെയാണ്, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല.